ഹായ് ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആടുജീവിതം കാണാൻ വേണ്ടി ഇറങ്ങിക്കേട്ടോ. കാരണം വളരെ വൈകിയാണ് ഞങ്ങൾ ആടുജീവിതം കാണുന്നത്. കാരണം പെരുന്നാളിന് കാണാമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് കാണാനുള്ള പരിപാടിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആരെ മൂവിയാണ് നമ്മൾ കാണാൻ പോണേ? ആരതാ? നജീബ. പൃഥ്വിരാജ് അഭിനയിച്ച പടം. നജീബിന്റെ ഒരു സർവൈവൽ സ്റ്റോറി. ഓക്കെ, അപ്പൊ നമ്മള് തിയേറ്ററിൽ പോകുന്നു. നമ്മൾ ശാരദ തിയേറ്റർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നു, നേരെ പോയി ടിക്കറ്റ് ഒക്കെ എടുക്കുന്നു, കാണുന്നു, റിവ്യൂ പറയുന്നു. ഓക്കെ. സങ്കടം സിനിമ കണ്ടിട്ട് പിന്നെ നല്ല ഉറക്കം. കുറച്ച് കണ്ണ് മൂടിയിട്ട് കുറച്ച് നേരം കാണാതിരുന്നു. പിന്നെ എന്താണ് സങ്കടമൊക്കെ വന്നു. ഞാൻ സിനിമ കാണുമ്പോൾ ആദ്യം ഇൻ്റർവെല്ലിൽ വെച്ച് കുറച്ച് പോക്കണം നിന്ന്, പിന്നെ കണ്ടാൽ സന്തോഷം സങ്കടം ഒന്നും തോന്നുന്നു. ഹലോ. അപ്പോൾ നമ്മുടെ ആടുജീവിതം റിലീസായി ഏകദേശം ദിവസങ്ങൾക്ക് ശേഷമാണ് കാണാൻ പറ്റിയത്. കാരണം ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് മൂവി കണ്ട് അതിൻ്റെ റിവ്യൂ തരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു രക്ഷയാത്തൊരു പടമായിരുന്നു. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമായിരുന്നു. ഇത് ഫാമിലി എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഒന്നും പറയാനില്ല സിനിമയെക്കുറിച്ചും അതുപോലെ പൃഥ്വിരാജ് ചേട്ടനെ കുറിച്ചും. കാരണം ഇങ്ങനൊരു സിനിമ ഇനി മലയാളത്തിൽ വരാനില്ല എന്ന് തന്നെ പറയാം. കാരണം അജാതി മേക്ക് ഓവറായിരുന്നു. പല ഓഡിയൻസിൻ്റെ റിവ്യൂസും അല്ലെങ്കിൽ ട്രോൾ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ മറ്റുള്ള മീഡിയസിലൂടെയൊക്കെ അഭിനയത്തെക്കുറിച്ചും അല്ലെങ്കിൽ സംവിധാനത്തെക്കുറിച്ചും